Good morning, welcome to Nandabee's YouTube channel. Hello guys, after a long time ആ വീഡിയോ എടുക്കുന്ന മിക്കവാറും പോസ്റ്റ് ചെയ്യാനായിട്ട് 2-3 വീഡിയോസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേക്ക് ഇത് ഇടാം. അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ടൈം പോകുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. ചുമ്മാ മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ല, തിരക്കിട്ടില്ലാണ്ടൊക്കെ പോണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പം അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. മറ്റേത് ഇൻ മൈ ലൈഫിൽ ലൈക്ക് കുറേ പേര് കണ്ട് എന്നോട് കുറച്ച് പേര് നല്ല കമൻസൊക്കെ പറഞ്ഞായിരുന്നു, നന്നായിട്ടുണ്ട് വീഡിയോ, ഇനിയും പോസ്റ്റ് ചെയ്യുന്നൊക്കെ. അപ്പോൾ പിന്നെ ഐ തോട്ട് ചുമ്മാ ഇന്നിപ്പോൾ എൻ്റെ ഫ്രൈഡേ ആണ്, അപ്പം ഒരു ഓഫ് ഡേ പോലെ എന്നൊക്കെ പറയാം, ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അത് മാത്രമല്ല ഒരു സ്പെഷ്യലുണ്ട്. സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു മോർണിംഗ് റുട്ടീൻ കാട്ടിത്തരാം. അതേപോലെ ഐ മെയ്ഡ് ദോശ ബാറ്റർ. പക്ഷെ അത് അത്ര സുഖമായിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം പൊന്തിയിട്ടില്ല. രാവിലെ തന്നെ ഇട്ടപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചത്, അമ്മ എൻ്റെ ദോശമാവ് പൊന്തിയില്ല, എന്താ ചെയ്യാമെന്ന്. അറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന്. പക്ഷെ ദോശ കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം അല്ല, വൺസ് കഴിച്ചിട്ടുണ്ട്. ബ്രാറ്റിസ്ലാവയിൽ പോയപ്പം ഒരു തവണ കഴിച്ചു ദോശ, ഒരു പനീർ ബട്ടർ ദോശ, അതാണ് ഞാൻ കഴിച്ചത്. അത് കഴിച്ചു. എന്നാലും നമ്മുടെ ഒരു ഒത്തൻറ്റിക് ദോശ സാമ്പാർ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അവിടുത്തെ ദോശ ജസ്റ്റ് ഓക്കെ ആയിരുന്നു, ഒത്തിരി കിടലം എന്നൊന്നും പറയാനില്ല. എന്നാലും ദോശ ക്രീവിങ് വന്നപ്പോൾ അങ്ങനെ കഴിച്ചെന്നുള്ളൂ. അപ്പോൾ അതുണ്ടാക്കണത് കാട്ടിത്തരാം. കാരണം കുറേ നാളത്തെ കഴിക്കാനായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, നല്ല ജില്ലാണ്. അപ്പോൾ രാവിലെ നിന്നിട്ട് ഞാൻ ഓടിപ്പോയി നോക്കിയത് ദോശയാണ്. ഞാൻ ഹീറ്ററിൻ്റെ താഴെ വരെ വെച്ചു, കാരണം ഇവിടെ നല്ല കോൾഡ് വെതറാണ്, സമ്മറാണ്. വെയിലുണ്ടെന്നുണ്ടെങ്കിലും കോൾഡാണ്, സണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നങ്ങ് പോകും. ഞാനിവിടെ ചാർജറിൻ്റെ ഒച്ചയാട്ടോ അത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ. അപ്പോൾ ദോശ ഉണ്ടാക്കണം, സാമ്പാർ അതും കഴിക്കുന്നത്, അതാണ് എൻ്റെ മെയിൻ മോർണിംഗ് റുട്ടീനെന്ന്. എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബെഡിൽ നിന്ന് എൻ്റെ മുടി ജസ്റ്റ് കെട്ടി എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് റുട്ടീൻ ഒന്ന് ബ്രഷ് ചെയ്യണം, അതൊക്കെ കാട്ടിത്തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി ഉള്ളത് മോയ്സ്ചറൈസ് ചെയ്യണം സ്കിൻ. ആക്ച്വലി ഇവിടെ സമ്മറായി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ തണുപ്പും ഭയങ്കര സ്കിൻ ഡ്രൈ ആണ്, അതുകൊണ്ട് മോയ്സ്ചറൈസ് എന്തായാലും ചെയ്യണം. അത് ചെയ്യാണ്ട് ഒരു നിമിഷം പോലും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അറിയില്ല എന്താണ് ഇങ്ങനെ മാറാമെന്ന്, കാരണം നാട്ടിലൊക്കെ വെച്ചിട്ട് എൻ്റെ ഇത്രയും ഡ്രൈ സ്കിൻ അല്ലായിരുന്നു. ഓയിൽ ഇവിടേക്ക് ഇങ്ങനെ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിച്ചായി, നല്ല ഡ്രൈയിങ്. ഇതും ലിപ് ബാമും മസ്റ്റാണ്. പിന്നെ ഞാൻ ശരിക്കും വീട്ടിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണം, പിന്നുള്ള മടി കൊണ്ടിട്ട് ഞാൻ ഇടലൊന്നുമില്ല. പിന്നെ ലിപ് ബാമും അതും മസ്റ്റായിട്ട് ഇടണം, അല്ലെങ്കിൽ നല്ല പണിയാണ്, നല്ല ഡ്രൈ ആവും. ലിപ്പ് തീർന്നു ഏകദേശം. ഇത്ര ഇട്ട് കഴിയുമ്പോൾ തന്നെ സ്കിൻ അത്യാവശ്യം മോയ്സ്ചറൈസ്ഡായി. പിന്നെ കിടക്കാൻ നേരത്തെ ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക, അല്ലെങ്കിൽ എണീറ്റ് വരുമ്പോഴേക്കും സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞുണങ്ങിയിരിക്കും. അങ്ങനെ ഇനി എന്താ ഉള്ളേ? ഇവിടെ ഒന്നും കണ്ണാടി നോക്കി ചെയ്യാത്ത കാരണം അത്ര പെർഫെക്റ്റ് അല്ല. ഇനി എന്താ ഉള്ളേ? ഇനി നമുക്ക് ദോശ കാട്ടിത്തന്നാലോ? ദോശ കാട്ടിത്തരാം. ഇപ്പം ശരി. ഞാൻ നേരത്തെ ഓർത്തു ക്യാമറയുടെ ക്ലിപ്പിൽ ഇങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പം എക്സ്പോഷർ ഭയങ്കരമായിട്ട് കൂടിക്കിടക്കുന്നു. അപ്പോൾ ക്യാമറയുടെ സെറ്റിങ് ഇതായിട്ട് മാറിക്കിടക്കായിരുന്നു, അതുകൊണ്ടിട്ടാണ്. ആക്ച്വലി ഇങ്ങനെ കേട്ടോ. അയ്യോ, ഒരു സ്റ്റാൻഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഇവിടെ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിൻ കാര്യം നമ്മുടെ നാട്ടിലുള്ള പോലത്തെ എങ്ങനെ വെക്കാനുള്ള സ്പേസസ് ഭയങ്കര കുറവാണ്. എനിക്കങ്ങനെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ അത്ര വശമൊന്നുമില്ല. ഞാൻ ഒരു കണക്കിനൊക്കെ കൈക്ക് നീളമില്ല, അതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ദോശമാവ് കാട്ടിത്തരട്ടെ. കൊണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്.
ഇച്ചിരി പൊന്തിയിട്ടുണ്ട് കേട്ടോ. ആ പുളിമണം ഉണ്ട്. അപ്പം ഇത് സക്സസ് ആയി ഉണ്ടാവും. എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് അമ്മേനെ വിളിച്ചിട്ട് കാട്ടി നോക്കട്ടെ. എനിക്കറിയില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ ഇങ്ങനെ ഇറക്കി വെച്ചു, കാരണം ഞാൻ ഓർത്തിനി എക്സസ് ആയിട്ട് പൊന്തിപ്പോയാൽ താഴെ പോകണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. എവിടെ നിന്ന് ഇതിൻ്റെ പകുതി പോലും ഒരു ഇച്ചിരി ആകെ ഒരു അര സെൻറ്റിമീറ്റർ ഒന്ന് ഉയർന്നിട്ടുണ്ട് ബാറ്ററിൻ്റെ അളവിനേലും. ഇങ്ങനെയൊക്കെ കാട്ടുമ്പോൾ ഉണ്ടോ പൊന്തിയ പോലെ ഉണ്ട്. നോട്ട് ഷുവർ, നോക്കി നോക്കാം. ഓക്കേ, അപ്പോൾ അവിടെ വെളിച്ചില്ല തോന്നുന്നത്. ഓക്കേ, അങ്ങനെ ഞാൻ നോക്കി ദോശമാവ് ഇത് പൊന്തിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ ഇളക്കിയാണ് ആക്ച്വലി നോക്കിയത്. അപ്പം ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ദോശമാവ് കറക്റ്റായിരുന്നു. കുറച്ച് പൊന്തിയിട്ടുണ്ട്, അത്രയും പൊന്തുള്ളെങ്കിൽ തോന്നുന്നു ഞാൻ ചോറ് കുറച്ചിട്ടുള്ളൂ. മേ ബി അതാവാം. എന്താണെങ്കിലും കണ്ടിട്ട് കുഴപ്പമില്ലാത്തൊരു ദോശമാവിൻ്റെ സ്ട്രക്ചർ പോലെയുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും കിട്ടാത്തതിനും ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റണത്. കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. ദോശ കഴിക്കാൻ ഫേവറേറ്റാണ്. അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ ഒന്ന് കാട്ടിത്തരാം ഇളക്കിയപ്പോൾ. ഐ എം സോറി, ഞാൻ ഒന്നും കൂടെ കാട്ടിത്തരാം ഇളക്കിയപ്പോൾ ഉള്ളൊരു കൺസിസ്റ്റൻസി. പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ് ഫേസ്. Ta-da! Whatever, ഒരു ട്രയൽ ദോശ ഇട്ട് നോക്കാം, എന്നിട്ട് കൺഫേം ആക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ആക്ച്വലി ട്രയൽ ദോശയൊക്കെ ട്രൈ ചെയ്തായിരുന്നു. ടു ബി ഫ്രാങ്ക്, അടിപൊളിയായിട്ടുണ്ട്. നല്ല അത്യാവശ്യം അടിപൊളി എന്നല്ല, അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി മാവയ്ക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റഫായിട്ട് ചുറ്റുള്ളൂ, എന്നാലും കൊള്ളാം. എന്നിട്ട് ഞാൻ അത് കഴിച്ചു. വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷേ ദെൻ ഐ തോട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഞാനപ്പം ക്യാമറ തിരിക്കാം. ഓക്കെ, അപ്പം ഞാനപ്പോൾ പരിപ്പ് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും കഷ്ണങ്ങളെ ഇവിടെ കിട്ടൂ. എന്താ പറയുക, ക്യാരറ്റ്, പൊട്ടാറ്റോ, സവോള ആൻഡ് കുറച്ച് ടൊമാറ്റോസ്. ഇത്രയും ഇവിടെ പച്ചക്കറി കിട്ടുള്ളൂ. പിന്നെ വഴുതനങ്ങ ഉണ്ട്, ഇരിപ്പുണ്ട്. മത്തങ്ങ കിട്ടും. മത്തങ്ങ എനിക്ക് ഇഷ്ടമല്ല ഇടുന്നത് സാമ്പാറിൽ. പിന്നെ വഴുതനങ്ങ ഇരിപ്പുണ്ട്, ഞാനതും ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ദോശക്കൊരു കുട്ടി സാമ്പാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കഷ്ണങ്ങൾ കാണുമ്പോൾ ഇതെനിക്കൊരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും ഈ സാമ്പാർ. അപ്പോൾ എന്താണെങ്കിലും എന്തൊക്കെയാണ് സാമ്പാറിൻ്റെ കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാം. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദോശ ചൂടാം. ആക്ച്വലി എൻ്റെ സാമ്പാർ എന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ട സാമ്പാറാണ്. കഴിക്കാൻ വലിയ രുചിയും ഗുണമെന്നുള്ളൊരു സാമ്പാറല്ല. ഒരു ഓക്കെ സാമ്പാർ. എനിക്കത്ര ഇഷ്ടമല്ല സാമ്പാർ പൊതുവെ. പിന്നെ ദോശയ്ക്കൊക്കെ കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കാൻ റെസിപ്പിയൊന്നും ഞാൻ കാട്ടൂല, കാരണം അത്ര കൊള്ളില്ല. എന്നാലും എന്തെങ്കിലും കുറച്ച് ഷോർട്സ് പോലെ അല്ലെങ്കിൽ കുറച്ച് റാൻഡം ക്ലിപ്സ് പോലെ എടുക്കാം, കാരണം റെസിപ്പി കൊള്ളില്ല. ഇതെന്ത് റെസിപ്പിയാണ്? അതാ അമ്മ ഇപ്പം വിളിച്ച് അപ്പം അമ്മ ഇതൊക്കെ പറഞ്ഞു തന്നെങ്കിലും എനിക്കത്ര സുഖമാവില്ല ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാന്ന് എനിക്കൊരു വിശ്വാസം. അത്ര മോശമായിരിക്കുന്നു. എന്നാലും ലെറ്റ്സ് ട്രൈ. അനു, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയായോ? വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു ഒരുങ്ങാൻ പോയിക്കായിരുന്നു. നിന്റെ സ്പെഷ്യൽ എന്താ? എന്റെ സ്പെഷ്യൽ മാങ്ങക്കറിയും ചോറും. മാങ്ങക്കറി, മറ്റേ അങ്കമാലി പോലത്തെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി. എവിടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി കഴിഞ്ഞ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. കൊള്ളായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെന്താ ഉണ്ടാക്കിയിട്ട്? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ഇന്ന് സാമ്പാർ മെയിൻ കാര്യം ഇവിടെ പച്ചമാങ്ങ കിട്ടില്ല. ചെനച്ചമാങ്ങ ഏകദേശം ചെനച്ചമാങ്ങ എന്ന് പറയാൻ പറ്റില്ല. ഒരു പഴുത്ത മാങ്ങ പോലെയൊക്കെ കിട്ടും. പക്ഷെ ഭയങ്കര പഴുപ്പല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല. എന്നാലും എന്തേലുമൊക്കെ ചുമ്മാ തട്ടിക്കൂട്ടൊന്നുമില്ലാത്തപ്പോഴൊക്കെ കഴിക്കാം. പിന്നെന്താന്നോ, എൻ്റെ സാമ്പാറിന്റെ കഴിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എന്താ പറയാ, ഇല്ല ഞാൻ പറഞ്ഞു സാമ്പാർ വെജ് അത്ര കുക്കിംഗ് അല്ലേ? വലിയ ഷെഫൊന്നല്ല.
എൻ്റെ അങ്ങനെയല്ലേ, വെജ് അത്ര കുക്കിംഗ് അത്ര പോരാ, നോൺ കുഴപ്പമില്ല. പോർക്ക് വെച്ചത് കൊള്ളായിരുന്നു. ഏത് അന്ന് ഫസ്റ്റ് ഉണ്ടാക്കിയാണ് ഞാനിവിടെ ആക്ച്വലി പോർക്ക് കഴിക്കില്ല. ഇവിടെയാണെങ്കിൽ ഏറ്റവും ചീപ്പ് പോർക്കും അല്ലേ. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ഒട്ടും കഴിക്കില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോ ഇപ്പൊ മേടിച്ചു. അന്ന് ഉണ്ടാക്കിയപ്പോ കൊള്ളായിരുന്നു അല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് പോർക്കൊക്കെ വല്ലപ്പോഴും അതെ അങ്ങനെ. പിന്നെന്താ, പിന്നെ അങ്ങനെ നോൺ പിന്നെയും കുഴപ്പമില്ല. വെജ് ഉണ്ട് ഭയങ്കര അഴുക്ക. ആകെ അന്ന് മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടല്ലായിരുന്നു. പിന്നെ എന്താ വെജ് ഞാൻ പിന്നെ ഒലത്തൊക്കെ പിന്നെയും കുഴപ്പമില്ല. ചാറുകറി ഒന്നും സെറ്റ് ആവാറില്ല. അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും സാമ്പാർ ഞാൻ നോക്കി നോക്കട്ടെ, ഇന്നെങ്കിലും ഒന്ന് ശരിയാക്കണം. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ മൂന്നാമത്തെ തവണയാണ് സാമ്പാർ ഉണ്ടാക്കണേ. ഒന്നിപ്പോ വെച്ചാ മൂന്നെന്നാണല്ലോ അല്ലേനും. ഇനിയിപ്പോ അങ്ങനെ ആശ്വസിക്കാം. അതെ അതെ, അങ്ങനെ പഠിക്കണം. അപ്പോ എന്തായാലും ഉണ്ടാക്കിയിട്ട് കുറച്ച് കാട്ടിത്തരാം. ഓക്കെ, അപ്പോ ഞാൻ ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ദോശയും സാമ്പാർ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ദോശ, പിന്നെന്താ, സാമ്പാറിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കടുക് പൊട്ടിച്ച് മസാലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിക്കട്ടെ. ഹലോ, അങ്ങനെ ഞാൻ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടാക്കിയതിൽ ഒരു ബെറ്റർ വേർഷൻ ഓഫ് സാമ്പാറാണ്. കൊള്ളാം. ദോശയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്ലേറ്റ് ഒന്ന് കാട്ടിത്തരാവേ. അപ്പോൾ ഇതാണ് ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കട്ടെ. നല്ല ക്രേവിങ് ഉണ്ട്. കുറേ കാലത്തിയിട്ടാണ് ദോശയും സാമ്പാറും ഇങ്ങനെയൊക്കെ കാണുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ടും സക്സസ് ആയത് ഇപ്പോഴാണ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം.